Dear students, REBT, Rational Emotive Behavior Therapy. REBT എന്നുള്ള ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. ഇതിൻ്റെ ഡെഫിനിഷൻ, ഇതിൻ്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ, വിത്ത് ആൻ എക്സാമ്പിൾ, REBTയിൽ ഉപയോഗിക്കുന്ന വേരിയസ് ടെക്നിക്സ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, REBTയുടെ ഡെഫിനിഷൻ നോക്കാം. REBT is a type of therapy that deals with overcoming irrational belief and changing your reaction to a negative event that happened in your life. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേം, REBT ഈസ് തെറാപ്പിയാണ്, ഒരു കൗൺസിലിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ ആ തെറാപ്പിയിൽ ചേഞ്ചിങ് യുവർ ഇറാഷണൽ ബിലീഫ് ഇൻ ടു റാഷണൽ ബിലീഫാണ് ബേസിക്കലി. ഇറാഷണൽ ബിലീഫുകളെ റാഷണൽ ബിലീഫാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക്കൽ പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്കൽ ടെക്നിക്കിനാണ് REBT എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഈ റാഷണൽ ബിലീഫ് എന്നും എന്താണ് ഇറാഷണൽ ബിലീഫ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇറാഷണൽ ബിലീഫ്, റാഷണൽ ബിലീഫ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇറാഷണൽ തിങ്കിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഇറാഷണൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇറാഷണൽ, അപ്പോൾ റാഷണൽ അല്ലാത്ത, അതായത് ഒരു ലോജിക്കൽ അല്ലാത്ത നമ്മുടെ ചില തോന്നലുകളെ, ചിലപ്പോൾ വാസ്തവമാണ് നിർബന്ധമില്ലാത്ത കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ ഇറാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാത്ത ചില തോന്നലുകളെ, ചില ഇൻഡ്യൂഷൻസിനെയൊക്കെയാണ് ഇറാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് റാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള, റിയൽ ആയിട്ടുള്ള, അതൊരു ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ കൂടുതൽ സാധ്യതയുള്ളൊരു കാര്യത്തേക്കാണ് റാഷണൽ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള തിങ്കിങ് ഉണ്ട്, ഇറാഷണൽ തിങ്കിങ്, റാഷണൽ തിങ്കിങ്. ഇറാഷണൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ചില അസംഷനിൽ നമ്മൾ ആലോചിച്ച് കൂട്ടുന്ന, നമുക്ക് നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പം അവരെന്നെ പറ്റി അങ്ങനെ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ അവരെന്നെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ അവരങ്ങനെ ചിന്തിക്കാം, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചില ഊഹങ്ങളൊക്കെയാണ് ഇറാഷണൽ എന്ന് പറയുന്നത്. റാഷണൽ എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന അനാലിസിസുകളാണ് റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള തിങ്കിങ് ഉണ്ട്. ഈ ഇറാഷണൽ തിങ്കിങ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് വലിയൊരു പ്രശ്നമാണ് ഇറാഷണൽ തിങ്കിങ്. അതായത് നമ്മൾ പലപ്പോഴും ചെറിയൊരു കാര്യത്തെ, നിസ്സാരമായ ചില പല കാര്യങ്ങളെയും നമ്മൾ ഒരുപാട് ആലോചിച്ച് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നു. ചിലപ്പോൾ ഈ ആലോചന, ഒരുപാട് ഓവറായിട്ടുള്ള തിങ്കിങ് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ മെൻ്റൽ ഡിസ്ട്രസ്സുകളിലേക്ക്, മെൻ്റൽ പ്രോബ്ലംസിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ നയിക്കാറുണ്ട് വ്യക്തികളെ. അപ്പോൾ ഈ റാഷണൽ തിങ്കിങ്ങളെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക്കൽ പ്രോസസ്സാണ് REBT എന്ന് പറയുന്നത്. ഈ റാഷണൽ തിങ്കിങ്ങൾ, അല്ലെങ്കിൽ റാഷണൽ തോട്ട്സുകൾ, അല്ലെങ്കിൽ റാഷണൽ ബിലീഫുകളെ റാഷണൽ ബിലീഫുകളാക്കി, അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങളായിട്ട് മാറ്റുക എന്നുള്ളതാണ് REBTയുടെ സിമ്പിളായിട്ടുള്ള തിയറി. അപ്പോൾ ഈ റാഷണൽ തിങ്കിങ് എന്താണ്, അല്ലെങ്കിൽ റാഷണൽ ബിലീഫ് എന്താണ്, റാഷണൽ ബിലീഫ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ REBTയിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കിടക്കാം. അപ്പോൾ REBTയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, REBTയിൽ ABC പ്രിൻസിപ്പിളിനെ വെച്ചിട്ടാണ് ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാൻ സാധ്യതയുള്ളത്. എക്സ്പ്ലെയിൻ REBT വിത്ത് ABC മോഡൽ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ABC പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് REBT പ്രോസസ്സിനകത്തൊരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളുണ്ട്. 3 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റുകളുണ്ട്. ആ എലമെൻറ്റുകളാണ് എയും ബിയും സിയും ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ഘടകം, എന്താ ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് ഈവൻറ്റ്, എന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് ബിലീഫാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ ഈവൻറ്റിനെ പറ്റിയുള്ള നമ്മുടെ ബിലീഫിനാണ് ബി എന്ന് പറയുന്നത്. അത് വെറും ബിലീഫല്ല, ശരിക്കും അത് ഇറാഷണൽ ബിലീഫാണ്. ബി എന്ന് പറയുന്നത് ഇറാഷണൽ ബിലീഫാണ്. സി എന്ന് പറയുന്നത് കോൺസിക്വൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട്, ചിലപ്പോൾ അതൊരു മൂഡ് സ്വിങ് ആകാം, ചിലപ്പോൾ ഡിപ്രഷൻ ആകാം, ചിലപ്പോൾ ഒരു ഔട്ട് ഓഫ് ഇതിനോട് താല്പര്യമില്ലാത്ത ഒരു ഫീലിംഗ് ആകാം, കുഡ് ബി എനിത്തിങ്, ഒരു റിജക്ഷൻ ഫീലിംഗ് ആകാം, അങ്ങനെ എന്തും ആകാം. അപ്പോൾ ഒരു ഇമോഷണലി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മെൻ്റലി ഉണ്ടാകുന്ന ഡിസ്ട്രസ്സിനെയാണ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ഇമോഷണൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 ഈവൻറ്റുകളാണ് ഒരു REBTക്കകത്ത്, അല്ലെങ്കിൽ ഈ 3 ആക്ടിവിറ്റീസാണ്, അല്ലെങ്കിൽ ഈ 3 ഘടകങ്ങളാണ്, എലമെൻറ്റുകളാണ് REBTക്കകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇത് ABC എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് REBTയുടെ പ്രിൻസിപ്പിളിനെ പറ്റി തുടർന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ റിയാക്ഷൻ C is a result of your belief, not the result of the event A. അപ്പോൾ C is not because of A, it is because of B എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. മുമ്പ് പറഞ്ഞാൽ തന്നെ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനൊരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ അയച്ചു എന്ന് വിചാരിക്കാം. മെസ്സേജ് സുഹൃത്ത് കാണുന്നുണ്ട്, പക്ഷേ മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല. മണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടുന്നില്ല, അടുത്ത ദിവസം റിപ്ലൈ കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ആ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തപ്പം, മെസ്സേജ് സുഹൃത്ത് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാകുന്നു, റിപ്ലൈ കിട്ടാത്തപ്പം
ഈ വ്യക്തി മെസ്സേജ് അയച്ച വ്യക്തിക്ക് പല ചിന്തകളും മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അയാൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് പല പല ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ചിന്തകളൊക്കെ ഒരുപക്ഷെ അല്ല തീർച്ചയായിട്ടും ഈ ചിന്തകളൊക്കെ ഇറാഷണൽ ബിലീഫുകളായിട്ട് മാറാം. ഇറാഷണൽ ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിന് ഈ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തതിന് യഥാർത്ഥ കാരണം ഇതൊന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ മെസ്സേജ് വായിച്ച ശേഷം സുഹൃത്ത് റിപ്ലൈ ആകാൻ വിചാരിച്ച് പിന്നെ മറന്നുപോയി, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ മിസ്സായി പോയതായിരിക്കും. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ വ്യക്തി മെസ്സേജ് അയച്ച ആൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുവാണ്. ആ വ്യക്തിക്ക് എന്നോട് എന്തെങ്കിലും നീരസമുണ്ടാകാം, അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഈ മെസ്സേജ് അയച്ചയാൾ ചിന്തിച്ചു കൂട്ടുകയാണ്. അപ്പം അങ്ങനെയുള്ള ചിന്തകളെ ഈ ഈ ചിന്തകളൊക്കെ എന്താണ് ഇറാഷണലാണ്. കാരണം അത് യാഥാർത്ഥ്യമാണോ ഇയാൾക്ക് അറിയത്തില്ല, ഇയാളുടെ തോന്നലുകളാണ്. എന്താണ് റിസീവർ എൻഡിൽ സംഭവിച്ചതെന്നും ഈ വ്യക്തിക്ക് വ്യക്തമല്ല, പക്ഷെ അയാൾ തന്നെ ആലോചിച്ച് കൂട്ടുവാണ്. അപ്പോൾ അത്തരം ചിന്തകളെയാണ് നമ്മൾ ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറാഷണൽ ആയിട്ടുള്ള കുറേ ചിന്തകൾ ആലോചിച്ച് കൂട്ടി ശേഷം സ്ലോലി അയാളൊരു മോശം മാനസിക സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ എ ഡിസ്ട്രസിങ് ഇമോഷൻ, അയാളൊരു മോശം മൂഡ് സ്വിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു മോശം മാനസികാവസ്ഥയിലേക്കോ ഒരു മെൻ്റൽ ഒരു ചലഞ്ചിലേക്ക്, മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിലേക്കോ ഒക്കെ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിഫിക്കൽട്ടിയിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇത് മെസ്സേജ് ശരിക്കും ഈ ഇവൻ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എയും ബിയും സിയും ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്താണ് എ, എന്താണ് ബി, എന്താണ് സി എന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ എ എന്താണ്? ബേസിക്കലി ഇവിടുത്തെ എ ആക്ച്വലി മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. അതാണ് ഇവിടുത്തെ എ എന്ന് പറയുന്നത്. കാരണം അതാണ് ഇവിടുത്തെ ആക്ടിവേറ്റിംഗ് ഈവൻറ്റ്, അവിടെയാണ് ഈ പ്രോസസ് തുടങ്ങുന്നത്. ഇവിടെ അഗൈൻ നോട്ട് ഗെറ്റിംഗ് റിപ്ലൈ, അതാണ് എ. ബി എന്ന് പറയുന്നത് എന്താണ്? ഈ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് ഈ വ്യക്തി ഡെവലപ്പ് ചെയ്തെടുത്ത കുറേ ഇറാഷണൽ ചിന്തകളെയാണ് ബി എന്ന് പറയുന്നത്. ആ ബി എന്തൊക്കെ ആയിരിക്കും? ഒരുപക്ഷെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ടു സീ, അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് എന്തെങ്കിലും മോശം എന്താണ് എന്നോട് താല്പര്യക്കുറവുണ്ട്, എന്നോട് ദേഷ്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ചിന്തകളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇറാഷണലായിട്ട് അയാൾ ചിന്തിച്ച് കൂട്ടുന്ന യാതൊരു പ്രൂഫും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ബേസും ഇല്ലാണ്ട് ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് ഇറാഷണൽ ബി എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ സി എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്ത് ആ വ്യക്തിയിലേക്ക് റിസൾട്ട് ആകുന്ന സിറ്റുവേഷൻ. അപ്പോൾ അയാൾ ചിലപ്പോൾ ഒരു മൂഡ് സ്വിങ്ങിലേക്കാകാം, ചിലപ്പോൾ ഡിസ്ട്രസിങ് ഇമോഷനിലേക്കാകാം, ഒരു ബാഡ് മെൻ്റൽ ഹെൽത്ത് സ്റ്റേജിലേക്കാകാം, മോശം മാനസിക അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറുവാണ്. അപ്പോൾ ഇതാണ് എയും ബിയും സിയും. അപ്പോൾ ഇവിടെ സിയിലേക്ക് നോക്കുവാണെങ്കിൽ ഈ മോശം മാനസികാവസ്ഥ ആക്ച്വലി മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തതുകൊണ്ടല്ല. ഈ മോശമായ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രസിങ് ഇമോഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബാഡ് മെൻ്റൽ ഹെൽത്ത് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയെടുത്ത കുറേയധികം ഇറാഷണൽ ബിലീഫുകൾ, ഇറാഷണൽ തോട്ടുകൾ കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എയും ബിയും സിയും ഈ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുക. മറ്റൊരു സിമ്പിൾ എക്സാമ്പിളും കൂടെ എടുക്കാം വേണമെങ്കിൽ. അപ്പോൾ അനദർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് ഫിയർ ഓഫ് ഇൻട്രൊഡക്ഷൻ, അയാൾ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്ന ആക്ച്വലി അയാൾക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ആണ് ഒരു റീസണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ മിസ്റ്റേക്സ് കൊണ്ടല്ല, ഈ വ്യക്തിയിൽ ഒരുപാട് ഇറാഷണൽ തോട്ട്സുകളുണ്ട്. ഈ ഇറാഷണൽ തോട്ട്സുകൾ ഏകദേശം എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഐ മസ്റ്റ് കം അക്രോസ് വെൽ ടു അതേഴ്സ് ഓർ ഐ ആം വർത്ത്ലെസ്. അതായത് അദ്ദേഹം വിചാരിക്കുകയാണ്, ഞാൻ സ്റ്റേജിൽ കയറി നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വർത്ത്ലെസ് ആണ്, എന്നെ കൊണ്ടൊന്നും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയ ആൾക്കാർ എന്നെ പറ്റി മോശമായിട്ട് വിചാരിക്കും. ഇതൊക്കെ ആ വ്യക്തിയുടെ ഇറാഷണൽ ബിലീഫാണ്. ബേസിക്കലി സ്റ്റേജിൽ കയറി മിസ്റ്റേക്ക് വരുത്തുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ആ വരുത്തുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയധികം ചിന്തകളാണ് ഈ വ്യക്തിയെ കൂടുതൽ സ്റ്റേജ് ഫിയറിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇറാഷണൽ ബിലീഫ് ആവശ്യമില്ലാത്തതാണ്. ഈ ഇറാഷണൽ ബിലീഫുകളെ, അല്ലെങ്കിൽ ഈ മസ്റ്റ് എന്നുള്ള ഈ സോക്കോൾഡ് ബിലീഫുകളെ റാഷണൽ ബിലീഫാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ്. അപ്പം എന്താണ് റാഷണൽ ബിലീഫ്? അപ്പോൾ ഇതൊരു ഒരു കൗൺസിലറുടെ അടുത്ത് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ഈ മസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളെ കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇൻഡെക്സ് കാർഡൊക്കെ പോലെ കാർഡിലൊക്കെ എഴുതിപ്പിച്ച് അതിന് ഇറാഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ REBTക്കകത്ത് വരുന്നൊരു എലമെൻ്റാണ്. അപ്പോൾ ഡിസ്പ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇറാഷണൽ ബിലീഫുകളെ റാഷണൽ ബിലീഫുകൾ അല്ലെങ്കിൽ റാഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ ഒരു ഇറാഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ ഇറാഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളെ റാഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റി എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളൊരു ആ വ്യക്തിയെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുകയാണ്, ഒരു ഫ്ലാഷ് കാർഡിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിലൊക്കെ എഴുതിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഇറാഷണലി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കാർഡ് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, റാഷണലി ചിന്തിച്ചുകൂടെ. അതായത് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയാലും പ്രശ്നമൊന്നുമില്ല, ആളുകൾ എന്നെ കേൾക്കാനാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് എന്നെ ജഡ്ജ് ചെയ്യാനല്ല ഇരിക്കുന്നത്.
അപ്പോൾ അങ്ങനത്തെ റാഷണൽ ആയിട്ടുള്ള ചിന്തകളിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് REBT. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഒക്കെ ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അപ്പോൾ അങ്ങനെ ആ വ്യക്തിയെ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഇറാഷണൽ ബിലീഫ് എഴുതിയിരിക്കുന്നു, മറ്റു സൈഡിൽ അദ്ദേഹത്തിന് റാഷണൽ ബിലീഫ് എഴുതിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഇറാഷണൽ തിങ്കിങ്ങുകളെ, ഇറാഷണൽ ആയിട്ടുള്ള തോട്ടുകളെ റാഷണൽ തോട്ടുകളാക്കി മാറ്റാനായിട്ട് ആര് സഹായിക്കുന്ന, ഒരു തെറാപ്പിസ്റ്റ് സഹായിക്കുക എന്നുള്ളതാണ് ഈ REBTയുടെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് എക്സാമ്പിളുകൾ വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഇറാഷണൽ ബിലീഫുകളെ റാഷണൽ ബിലീഫായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് REBTയുടെ ബേസിക് തിയറി എന്ന് പറയുന്നത്. അതൊരു ABC പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇതിനെ മറ്റു രീതിയിലേക്ക് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് വേണമെങ്കിൽ പ്രോസസ്സായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോസസ്സായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ സീക്വൻഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യമായിട്ട് പറയേണ്ടത് നമ്മൾ എന്താണ് ഈ ഈവൻ്റ് എന്ന് മനസ്സിലാക്കണം. ഈവൻറ്റും അതിൻ്റെ എയും ബിയും സിയും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഡിറ്റക്ഷൻ ഓഫ് ബി, ഇറാഷണൽ ബിലീഫ്. ഈ വ്യക്തി അണ്ടർഗോ ചെയ്യുന്ന ബിലീഫ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ്. ഒന്നെങ്കിൽ ഡിസ്പ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെക്നിക്കാണ്. ഡിസ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ്, ഇപ്പം നേരത്തെ ഞാൻ ഫ്ലാഷ് കാർഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ, encouraging the client to challenge and dispute these irrational beliefs through a logical, empirical and pragmatical test. അപ്പോൾ ഈ പറയുന്ന കുറേ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകളുമായിട്ട് അയാൾ വ്യക്തി വരുമ്പം, അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ പ്രൂഫ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ആ വ്യക്തിയുടെ ഇറാഷണൽ ബിലീഫുകളിലൊക്കെ യാതൊരു വാസ്തവമില്ല, അല്ലെങ്കിൽ അതൊക്കെ ലോജിക്കൽ അല്ലാത്തൊരു കാര്യമാണ് എന്ന് അയാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൺവിൻസ് ചെയ്യിക്കുക. അതൊരു കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഇൻ്റർവെൻഷനിലൂടെ കൺവിൻസ് ചെയ്യിക്കുക, പ്രോസസ്സിലൂടെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും പ്രൂഫുകൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഡിസ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോലി ആ ഒരു പ്രോസസ്സ് ഡിസ്പ്യൂട്ടേഷൻ അഗെയിൻ അതിൻ്റെ ഒരു എഫക്റ്റ്, അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഇറാഷണൽ ബിലീഫിൻ്റെ എഫക്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് അവരോട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 5 സ്റ്റെപ്സ് ആയിട്ടും വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ബേസിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിക്റ്റേറ്റ് ചെയ്യുക, ഡിസ്പ്യൂട്ടേഷൻ തുടങ്ങുക. പിന്നെ അഗെയിൻ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അഗെയിൻ ഫോക്കസിങ്, അയാളുടെ റീഫോക്കസ് ചെയ്യുകയാണ്, അയാളെ പുതിയൊരു എഫക്റ്റിലേക്ക് കൊണ്ടുവരുവാണ്. അയാൾ ഇറാഷണൽ ബിലീഫ് മാറി റാഷണൽ ആയിട്ടുള്ള തോട്ടുകൾ കൊണ്ടുവന്ന് അയാളുടെ പുതിയൊരു കോൺസിക്വൻസ് റിസൾട്ട് കൊണ്ടുവരുവാണ്. അതാണ് ന്യൂ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ഇതിൻ്റെ പ്രോസസ്സ് വേണമെങ്കിൽ നമുക്കൊന്ന് സ്ട്രക്ചർ ചെയ്തെടുക്കാം. എഗെയിൻ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. അഗെയിൻ ടെക്നിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് ഡിസ്പ്യൂട്ടേഷൻ തന്നെയാണ്. ഡിസ്പ്യൂട്ടേഷൻ ഒരു ടെക്നിക്ക്. അപ്പോൾ ഡിസ്പ്യൂട്ടേഷൻ്റെ പർപ്പസ് ബേസിക്കലി അവരുടെ ഇറാഷണൽ ആയിട്ടുള്ള തോട്ടുകളെ, ആ ചിന്തകളെ അത് ലോജിക്കലി ഇന്ന് ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിന് അതെന്താണ് പ്രൂഫ്. അപ്പോൾ ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോ ഒരു എക്സ്പീരിയൻസ്ഡ് വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ട്രെയിൻഡായ വ്യക്തിക്ക് ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയാളെ കൺവിൻസ് ചെയ്യിക്കുകയാണ് നിങ്ങളുടെ ഈ ചിന്തകളുടെ തോട്ടുകളൊക്കെ വളരെ ഇറാഷണലാണ്, യാതൊരു പ്രൂഫും ഇല്ല, അതൊരു ബേസ്ലെസ് കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡിസ്പ്യൂട്ടേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ് റാഷണൽ ഇമോട്ടീവ് ഇമാജിനറി എന്ന് പറയുന്നത്. പ്രാക്ടീസിങ് ഇമാജിനിങ് വൺ സെൽഫ് ഇൻ എ ചലഞ്ചിങ് സിറ്റുവേഷൻ. അപ്പോൾ ഈ പറയുന്ന ഇതിനെ ഈ ഇറാഷണൽ തോട്ടുകളുടെ പോലെ തന്നെ ഈ റാഷണലി ഒന്ന് അയാൾ ചിന്തിക്കാനുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ ഈ ഓഡിയൻസ് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ നിങ്ങളെ മോശമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ. ഓഡിയൻസ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, ഓഡിയൻസ് നിങ്ങളെ കേൾക്കാനായിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ മറിച്ച് ചിന്തിച്ചാൽ, ഈ രീതിയിൽ ചിന്തിച്ച് എന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് റാഷണൽ ഇമോട്ടീവ് ഇമാജിൻ. അപ്പം റാഷണലായിട്ട് ആ സിറ്റുവേഷനെ ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് അവരെ ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് അവരെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് റാഷണൽ ഇമോട്ടീവ് ഇമാജിനറി എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് അല്ലെങ്കിൽ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റോൾ പ്ലേയിങ്, അത് എഗെയിൻ റോൾ പ്ലേ എന്നുള്ള ജനറലി ഒരു ടെക്നിക്കാണ്. അവരെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യിക്കുക, ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട്, ഇങ്ങനത്തെ സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ള, ആക്ട് ഔട്ട് ചെയ്ത് ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ ആക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ്. റോൾ പ്ലേയിങ് മറ്റൊരു മെത്തഡ് ടെക്നിക്കായിട്ട് പറയാം. അല്ലെങ്കിൽ ചില ഹോംവർക്കുകൾ, ചില സെൽഫ് പ്രാക്ടീസിങ് അസൈൻമെൻറ്റ്സുകൾ, ദാറ്റ് ഇൻക്ലൂഡ് ചിലപ്പോൾ അത് ഒരു പക്ഷേ ഒരു മെഡിറ്റേഷൻ ആകാം. അങ്ങനെ ഇറാഷണൽ ലെവലിലേക്ക് കൂടുതൽ കൊണ്ടുവരാനുണ്ട് ഇറാഷണൽ തിങ്കിങ്. ഇതിപ്പോൾ ഒരു സിറ്റുവേഷനിൽ അയാളെ റാഷണൽ ബിലീഫാക്കി കൺവേർട്ട് ചെയ്യാൻ സഹായിച്ചാൽ പോലും വീണ്ടും ഇതേപോലത്തെ സിറ്റുവേഷൻ വീണ്ടും ആ വ്യക്തിയിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ
കൂടുതൽ വ്യക്തിയെ റാഷണൽ ബിലീഫിങ്ങിലേക്ക് അല്ലെങ്കിൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് ചില സപ്പോർട്ടിങ് മെക്കാനിസം കൊടുക്കും. ചിലപ്പോൾ അത് ഒരു മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ കൊടുക്കുന്നതാകാം, കുഡ് ബി എനിത്തിങ്. അപ്പോൾ അങ്ങനത്തെ ചില എലമെന്റുകളാണ് ഹോംവർക്ക് അസൈൻമെന്റ്സുകൾ ഉണ്ടെന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ഈ ചില ടെക്നിക്കുകളെ നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിലേക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ, അപ്പം ഇതിൽ ഓരോ സ്റ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ, ആക്ടിവേറ്റിംഗ് ഈവെന്റ് എന്ന എലമെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പല പ്രോബ്ലം സോൾവിങ് ടെക്നിക്കോ അല്ലെങ്കിൽ അസർട്ടീവ്നെസ്, സോഷ്യൽ സ്കില്ലിംഗ്, ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക്, ഇങ്ങനത്തെ ചില ടെക്നിക്കുകളും ഈ ഈവെന്റ് ഫേസിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എഗെയിൻ ബിലീഫ് ഫേസിൽ ഈ ബിലീഫുകൾ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോയിന്റുകളുടെ ചില ഡീറ്റെയിൽഡ് വർക്കുകളൊക്കെയാണ്. അപ്പം നമ്മൾ ഗൈഡഡ് ഇമാജിനറി, മുമ്പ് പറഞ്ഞ വിഷ്വൽ ഇമാജിനറി എന്ന് പറയുന്ന അല്ലെങ്കിൽ റാഷണൽ ഇമാജിനറി എന്ന് പറയുന്ന മെത്തേഡ് പോലെയൊക്കെ തന്നെ. അപ്പം ഈ പറയുന്ന ഇറാഷണൽ ബിലീഫുകളെ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, നമ്മുടെ തോട്ട് പാറ്റേണെ, ചിന്തകളെ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഈ പറയുന്ന കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എഗെയിൻ ഇത് മറ്റൊരു അപ്രോച്ച് വേണമെങ്കിൽ ഇവിടെ എടുക്കാവുന്നത്, ചിലപ്പോൾ ഈ ചില സിറ്റുവേഷനിൽ ഈ വ്യക്തി വളരെ സ്ട്രെസ് ഒക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ ഒക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന മെന്റൽ സ്റ്റേജിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു ടെക്നിക്കായിട്ട്, ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചിലപ്പോൾ റിലാക്സേഷൻ ഒരു തെറാപ്പിയോ അല്ലെങ്കിൽ ഹിപ്നോസിസോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഒക്കെ ആയിരിക്കും ചിലപ്പം തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഒക്കെ അഡ്വൈസ് ചെയ്യുന്നത്. അവർക്ക് ഒരു കോൺസിക്വൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇറാഷണൽ ഈ ബിലീഫിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ഈ ബിലീഫിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ചില അപ്രോച്ചുകളാണ് ചില മെത്തേഡാണ് ഇവിടെ ചെയ്യിക്കുന്നത്. കോൺസിക്വൻസിനെ റെഡ്യൂസ് ചെയ്യാൻ, അതിൻ്റെ ഇമ്പാക്ട് എഫക്റ്റ് കുറയ്ക്കാനായിട്ട്, ഇറാഷണൽ എഫക്റ്റ് കുറയ്ക്കാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത ആക്ടിവിറ്റി റിലേറ്റഡ് ആയ ചില എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ പ്രോബ്ലം എന്തുകൊണ്ട് ഉണ്ടാകുന്നത് കണ്ടുപിടിക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഒരു REBTയുടെ ടെക്നിക്കുകളായിട്ട്, അല്ലെങ്കിൽ REBTക്ക് ഉള്ളിലുള്ള ചില ടെക്നിക്കുകളായിട്ട്, REBTയിൽ എങ്ങനെ പല ടെക്നിക്കുകൾ മെത്തഡോളജി വർക്ക് ചെയ്യുന്ന നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എഗെയിൻ ഫൈനലി ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അത് ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, കൗൺസിലിംഗ് ഇൻ്റർവെൻഷനായിട്ട് ഇതിനെ കരുതാമെങ്കിലും ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സിലൊക്കെ ഉപയോഗിക്കാമെങ്കിലും സ്പെസിഫിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് ചിലപ്പോൾ വ്യക്തികളിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, ആങ്കർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് അഡിക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ബേസിക്കലി ഷോർട്ട് ടൈം തെറാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് പീരീഡിലേക്കൊക്കെ ഷോർട്ട് ടൈം തെറാപ്പി ആയിട്ട് ഏതെങ്കിലും സ്പെസിഫിക് പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യും. അതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ജനറലി ഇതൊരു ഡിഫറെൻറ്റ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയ പ്രോബ്ലംസിനെ ഒരു കൗൺസിലിംഗ് എൻവയോൺമെൻറ്റിലോ ഒരു തെറാപ്യൂട്ടിക്കൽ പ്രോസസ്സിലൊക്കെ ഇത് അഡ്രസ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് REBTയുടെ ഒരു ഓവറോൾ നട്ട്ഷെൽ. അപ്പോൾ ഇത്രയും ഒരു ഫ്രെയിം വർക്ക് REBTക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ REBTയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.